ഇക്കഴിഞ്ഞ 4-ാം തീയതി, അതായത് അത്തച്ചമയം, റിപ്പോർട്ടിങ്ങിനിടെ വളരെ അപ്രതീക്ഷിതമായി ഒരാളെ കണ്ടുമുട്ടുകയും മാതൃഭൂമി അത് റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. രാംകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 100% കാഴ്ചാ പരിമിതി നേരിടുന്ന ഹനുമാൻ വേഷം ധരിച്ച ഒരാൾ. ഈ കാണുന്ന നിശ്ചല ദൃശ്യത്തിലുള്ള ഹനുമാൻ വേഷം കെട്ടിയ ഈ വ്യക്തി കാഴ്ചാ പരിമിതി നേരിടുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ 5 വർഷമായി ഓരോ നിശ്ചല ദൃശ്യത്തിലും ഒരു പ്രധാന കഥാപാത്രമായി ഇദ്ദേഹം വരാറുണ്ട്. ഗ്ലൂക്കോമ ബാധിച്ച് ആത്മഹത്യയുടെ വക്കിൽ വരെ അദ്ദേഹം എത്തി. അതിനുശേഷം വലിയൊരു തിരിച്ചുവരവ് ജീവിതത്തിലുണ്ടായി. ഇന്ന് ആയിരക്കണക്കിന് ആളുകൾക്കാണ് അദ്ദേഹം കൈത്താങ്ങായിട്ട് ഉള്ളത്. 24 വയസ്സുള്ള സമയത്ത് അന്നേരം BPCL എന്ന കമ്പനിയിൽ കൺസ്ട്രക്ഷൻ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ കണ്ണ് ചുമന്നു വരുമായിരുന്നു. വെൽഡിംഗ് ലൈറ്റ് അടിച്ചാന്ന് വിചാരിച്ചാൽ മിണ്ടാണ്ടിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ഗ്ലൂക്കോമ എന്ന് പറഞ്ഞ അസുഖമായിരുന്നു. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല, നെർവെല്ലാം കട്ടായി, ടോട്ടൽ ബ്ലൈൻഡായി എന്നുള്ളൊരു ഇത് അറിഞ്ഞു. അത് മാനസികമായിട്ട് വല്ലാണ്ട് തകർത്ത് കളഞ്ഞു. അത് വല്ലാണ്ടായി. സൂയിസൈഡ് അറ്റംപ്റ്റ് 2-3 തവണയായി. അപ്പോൾ കൊച്ചിൻ റിഫൈനറി ഡയറക്ടറുടെ വൈഫ് മോളി കോശി വർഗീസ് സാറിൻ്റെ ഭാര്യ മോളി ആൻറ്റി വീട്ടിൽ വന്ന് എന്നെ കൊണ്ടുപോയി. കൊച്ചി തുടങ്ങി അങ്കമാലി വരെ പല വീടുകളിലും കൊണ്ടുപോയി അവരുടെ വീട്ടിലേക്ക് വസ്ത്രം, ഭക്ഷണം, കാശുകൾ, മരുന്ന് ഇതൊക്കെ കൊടുത്ത് കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ കയറ്റി ഭക്ഷണം വാങ്ങിച്ചു തരുമ്പോഴാണ് എന്നോട് പറഞ്ഞു, മോനെ സ്വാദില്ലേ കഴിക്കാൻ? ഞങ്ങൾ നമ്മൾ ആദ്യം പോയ വീട്ടിലെ ചേട്ടന് തൊണ്ടയിൽ ക്യാൻസറായിട്ട് ട്യൂബ് ഇട്ടേക്കുക, അതിലൂടെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ സ്വാദം എന്താണെന്ന് അറിയില്ല. രണ്ടാമത്തെ വീട്ടിലെ ചേട്ടന് തളർന്ന് കിടക്കുക, ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആരെങ്കിലും വാരി കൊടുക്കണം. ആ അവസ്ഥയിൽ മോനാ പ്രശ്നമൊന്നുമില്ലല്ലോ, മോനെ ഒരുപാട് നാട്ടുകാർക്ക് ആവശ്യമുണ്ട്, മോനെ അതായത് തിരിച്ച് ജീവിതത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ് എന്നെ കസേര നെയ്ത്ത് പഠിക്കാനായിട്ട് അമ്പലം മുകളിൽ അതിൻ്റെ പ്ലാസ്റ്റിക് കസേരയൊക്കെ നെയ്യാൻ പഠിപ്പിച്ച് അവിടെ ഇരുന്ന റിഫൈനറിയുടെ FSLയുടെ ഒക്കെ കസേരകളൊക്കെ നെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കൊച്ചിൻ റിഫൈനറിൽ ജോലി കിട്ടും. BPCL, ഇപ്പോഴത്തെ BPCL, അന്നത് കൊച്ചിൻ റിഫൈനറിൽ ജോലി കിട്ടി. മെയിൻ്റനൻസിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോഴാണ് ഈ ചാരിറ്റബിൾ പ്രവർത്തനം ഒരുപാട് പേർക്ക്, അതായത് കാഴ്ച ഇന്ന് ഇന്ത്യയിൽ ഏതാണ്ട് 2 കോടിയുടെ അടുക്ക ബ്ലൈൻഡ് ഉണ്ട്, കാഴ്ചയില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് അതിലേക്കൊരു റൂട്ട് ചെയ്താലാന്ന് വെച്ചു ഞാൻ ഏതാണ്ട് 143 വീടുകളിൽ മരിച്ചപ്പോൾ ആ വീടുകളിലൊക്കെ കയറി ഇറങ്ങി നേത്രദാനത്തെക്കുറിച്ച് അവരോട് ചോദിച്ച് എല്ലാവരും എന്നെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ്. എല്ലാ വീടുകളിൽ നിന്ന് എന്നെ കഴുത്തിന് പിടിച്ച് തള്ളി ഇറക്കി വിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് വന്ന എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ കോർണി എടുപ്പിക്കുന്നത്. ഏത് രാത്രിയിലാണെങ്കിലും നമ്മളൊരു നേത്രദാനത്തിൻ്റെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ രാത്രി പോലും വാട്സപ്പൊക്കെ നോക്കും ഞങ്ങൾ. അപ്പോൾ തന്നെ വിളിച്ചു ചോദിക്കും. ഏത് പാതിരാത്രിയിലും നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കാറുണ്ട്. തിരിച്ചുവരവിന് വലിയ ഒരു ശക്തിയുണ്ട് എന്നാണ് രാംകുമാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം ജീവിതത്തിൽ വലിയ ഒരു തിരിച്ചുവരവ് നടത്തി. ആ തിരിച്ചുവരവിലൂടെ നിരവധി പേർക്കാണ് അദ്ദേഹം വെളിച്ചം പകരുന്നത്. ക്യാമറമാൻ ആന്റണി ഗ്രഗറിക്കൊപ്പം സ്നേഹമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്നേഹമോൾ നൈനാനാണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്നേഹ, ജീവിതത്തിൽ എന്ത് നേടാനാകും എന്നുള്ള ആ ഒരു പ്രായത്തിൽ മുന്നിലുള്ള കാഴ്ചകൾ അടഞ്ഞു പോയൊരു വ്യക്തിയാണ്. എന്തെല്ലാം ഒരു ഊർജം തരുന്നത് പോലെയാണ് ഓരോ മനുഷ്യർക്കും അദ്ദേഹത്തിന്റെ ജീവിതം മുന്നിലേക്ക് വെക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരുപാട് പേർക്ക് വെളിച്ചമാകുന്ന ഒരാൾ. നമ്മൾ പലതരത്തിലുള്ള കംബാക്ക് അഥവാ തിരിച്ചുവരവുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ തൃപ്പൂണിത്തുറ ഇരുമ്പനം സ്വദേശി രാംകുമാറിൻ്റെ വലിയ ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 24-ാം വയസ്സിൽ യൗവനം, ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ കാഴ്ച നഷ്ടമാകുന്നത്. ഗ്ലൂക്കോമ ബാധന കാഴ്ച നഷ്ടമാവുകയായിരുന്നു. പിന്നീട് ഉണ്ടായ മാനസിക സംഘർഷം, അതായത് 24 വയസ്സ് വരെ അദ്ദേഹത്തിന് കാഴ്ചയുണ്ടായിരുന്നു. പിന്നീടുള്ള ജീവിതം മുഴുവൻ ഒരു ഇരുട്ടിൽ ജീവിക്കണമെന്ന് ഉള്ളൊരു വലിയൊരു മനോവിഷമം അദ്ദേഹത്തെ പിടികൂടുന്നു. പിന്നീട് വഴിത്തിരിവായത് കൊച്ചിൻ റിഫൈനറിയുടെ ഡയറക്ടറുടെ ഭാര്യയായ മോളി എന്ന വ്യക്തിയിലൂടെയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് നമുക്കും വളരെ ഹൃദയസ്പർശിയായി തോന്നി. അതായത് ഈ കൊച്ചി മുതൽ അങ്കമാലി വരെ യാത്ര ചെയ്തു. അങ്ങനെ ഓരോരുത്തരുടെ വീടുകളിലും കയറി അവരെ സന്ദർശിച്ച് അവർക്ക് ഭക്ഷ്യക്കിറ്റുകളും മറ്റുമൊക്കെ വിതരണം ചെയ്ത് പോവുകയായിരുന്നു. അപ്പോൾ അതിനിടയിൽ അവരൊരു ബ്രേക്ക് എടുത്തു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ സമയത്ത് മോളി ഇദ്ദേഹത്തോട്, രാംകുമാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോരുത്തർക്കും ഓരോരോ വിധത്തിലുള്ള അസുഖങ്ങളാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, അപ്പോൾ രുചിയുണ്ട്, അതില്ലാത്ത ആളുകളുണ്ട്, ക്യാൻസർ ബാധിതരായ ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കാഴ്ച പോയത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് എന്തിന് വിഷമിക്കണം? നമുക്ക് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റ് സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മുന്നോട്ട് പോകൂ, മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ എന്നുള്ള അവരുടെ ഉപദേശമാണ് ഇക്കാലയളവിൽ, അതായത് ജീവിതാവസാനം വരെ പിന്തുടരാൻ അദ്ദേഹം തീരുമാനിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.
ഇപ്പോൾ നിലവിൽ ജ്യോതി സായി കെയർ സൊസൈറ്റി ഒരു രൂപകൽപ്പന ചെയ്ത് വളരെ വലിയ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടിസം ബാധിച്ച കുട്ടികളെ, അതായത് ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ മരണശേഷം ആ കുട്ടികൾ എന്ത് ചെയ്യും എന്നുള്ളൊരു വലിയൊരു ചോദ്യചിഹ്നമാണ്. ആ കുട്ടികളെ അവർക്കൊരു കൈത്താങ്ങാകുക, നേത്രദാനം അടക്കമുള്ള നിരവധി കാര്യങ്ങൾ, അതായത് എണ്ണമറ്റ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. വളരെ വലിയൊരു കാര്യമാണ്. ആ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു ലോകത്ത് ശരിയാണ് സ്നേഹ. ആ തിരിച്ചുവരവിലൂടെ എത്ര നല്ലൊരു മനുഷ്യനായി കൂടി അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും മാറുന്നു എന്നുള്ളതാണല്ലേ